ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൺ ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നോമ്പ് തുറയ്ക്ക് ഉന്നക്കായയാണ് ഉണ്ടാക്കിയത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാൻ ഹസീന നാസർ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഞാൻ ആദ്യമായിട്ടാണ് ഉന്നക്കായ ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഷേപ്പൊന്നും അത്ര പെർഫെക്റ്റ് അല്ലെന്ന് തോന്നുന്നു. പക്ഷേ ടേസ്റ്റ് അപാര ടേസ്റ്റാണ്. കഴിക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്യണേ. ഇതിനായിട്ട് ഞാൻ അധികം പഴുത്ത് പോകാത്ത 3 ഏത്തയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. എന്നെപ്പോലെ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി നോക്കുന്നതാണ് നല്ലത്. മുറിച്ചെടുത്ത ഈ ഏത്തപ്പഴമെല്ലാം നമുക്ക് ഒരു സ്റ്റീമറിൽ വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കാം. ഒരു 8-10 മിനിറ്റ് കൊണ്ട് തന്നെ ഏത്തപ്പഴമെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തണുത്ത് കിട്ടുന്നതിന് വേണ്ടി സ്റ്റീമറിൽ നിന്ന് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഏത്തപ്പഴമെല്ലാം ഒന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് വേണ്ടി ഒരു ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം. സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യെല്ലാം ഒന്ന് മെൽറ്റായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കണേ. ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം. കാഷ്യൂനട്ടും മുന്തിരിയും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന ഏത്തക്കയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഫില്ലിങ്സിനുള്ള തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കണേ. തേങ്ങാപ്പീര ഒന്ന് ചൂടായി വരണം. അതിനുവേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പീര മൂത്ത് കളറൊന്നും മാറരുത്. ഒന്ന് നല്ലവണ്ണം ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിരിക്കുന്ന പഞ്ചസാരയൊന്ന് മെൽറ്റായി കിട്ടുന്നിടം വരെ ചെറിയ തീയിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയെല്ലാം മെൽറ്റായി തേങ്ങാപ്പീരയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് കിട്ടുന്നതിന് വേണ്ടി മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് ചൂടാറിയ ഏത്തപ്പഴം നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഏത്തപ്പഴമെല്ലാം തൊലി കളഞ്ഞെടുത്തിട്ട് അതൊന്ന് നടുകെ പിളർന്ന ശേഷം അതിനുള്ളിലുള്ള കറുത്ത കളറിലെ നാരും കുരുവും എല്ലാം എടുത്ത് കളയണേ. ഇങ്ങനെ എല്ലാ ഏത്തക്ക കഷ്ണങ്ങളിൽ നിന്നും നാരും കുരുവും എടുത്തു മാറ്റണേ. ഒരു ബൗളിലേക്ക് ഇതുപോലെ നാരും കുരുവും എല്ലാം മാറ്റി ഏത്തപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. ഞാനൊരു മത്തിൻ്റെ അറ്റം കൊണ്ടാണ് ഇടിച്ചു കൊടുത്ത് ഈ ഏത്തപ്പഴം എല്ലാം ഒന്ന് ഉടച്ചെടുക്കുന്നത്. എങ്ങനെയാണേലും കട്ടകളൊന്നും തന്നെ ഇല്ലാതെ ചപ്പാത്തിക്കൊക്കെ നമ്മൾ മാവ് കുഴക്കത്തില്ലേ, ആ ഒരു പരുവത്തിൽ നമുക്കിത് കിട്ടണം. കട്ടകളൊന്നുമില്ലാതെ നല്ല പരുവത്തിൽ തന്നെ ഏത്തപ്പഴം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ബോൾ പോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതിൽ നിന്നും ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ എടുത്ത ശേഷം ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് കയ്യിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കണം. ഈ ഒരു വലുപ്പത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. പരത്തിയെടുക്കുമ്പോൾ തീരെ കട്ടി കുറയുകയും ചെയ്യരുത്, കട്ടി കൂടി പോവുകയും ചെയ്യരുത്. ഈ ഒരു കട്ടിക്ക് വേണം പരത്തിയെടുക്കാനായിട്ട്. ഇങ്ങനെ പരത്തിയെടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ ആ ഫില്ലിങ്സ് ഇല്ലേ, അതിൽ നിന്നും 1 സ്പൂൺ എടുത്ത് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലൊന്ന് മടക്കി കൊടുത്ത ശേഷം സൈഡുകളെല്ലാം ഒന്ന് ജോയിൻ്റ് ആക്കിയെടുക്കാം. സൈഡ് വശമെല്ലാം ഒട്ടും തന്നെ വിടവില്ലാത്ത നല്ലവണ്ണം ജോയിൻ്റ് ആക്കിയെടുക്കണേ. ഇല്ലെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഫില്ലിങ്സ് വെളിയിൽ വരും. അതുകൊണ്ട് സൈഡ് വശമൊക്കെ നല്ലവണ്ണം ജോയിൻ്റ് ആക്കിയെടുക്കണേ. ഞാൻ ആദ്യമായിട്ടായതുകൊണ്ട് ഷേപ്പൊന്നും അത്ര പെർഫെക്റ്റ് അല്ല. എന്നാലും ഒരുമാതിരിയെല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ ഉള്ളിൽ ഫില്ലിങ്സ് വെച്ച് ഉന്നക്കായെല്ലാം നമുക്ക് റെഡിയാക്കിയെടുക്കാം. മൂന്ന് ഏത്തപ്പഴം കൊണ്ട് ഇതുപോലെ 7 ഉന്നക്കായ തയ്യാറാക്കിയിട്ടുണ്ട്.
ഇനി ഇത് നമുക്ക് ഓയിലിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് തയ്യാറാക്കിയ ഉന്നക്കായ ഇട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ഒരു വശം മൂത്ത് വന്നു കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ എല്ലാ വശവും തിരിച്ച് മറിച്ച് വിട്ട് മൂപ്പിച്ചെടുക്കണേ. മീഡിയം ഫ്ലെയിമിലിട്ട് പുറം ഭാഗമെല്ലാം നല്ല മുരിഞ്ഞ് കിട്ടുന്നിടം വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഉൾവശമെല്ലാം വെന്തിരിക്കുന്നതായതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. വശങ്ങളെല്ലാം മൂത്ത് വരുന്നിടം വരെ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കണേ. നമ്മുടെ ഉന്നക്കായ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇങ്ങനെ നമുക്ക് തയ്യാറാക്കിയ ഉന്നക്കായ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യമായിട്ടുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ടെൻഷൻ ഉണ്ടായിരുന്നേ ശരിയാകുമെന്ന്. പക്ഷേ നല്ല ടേസ്റ്റുള്ള സ്നാക്കാണ്. പ്രത്യേകിച്ച് ഏത്തയ്ക്ക കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ നമുക്ക് എല്ലാ ഉന്നക്കായും ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണേ. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.